ഹായ് ഗൈസ്, മൊബൈൽ മെക്കാനിക് എന്താണ്? മൊബൈൽ മെക്കാനിക്കിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? മൊബൈൽ മെക്കാനിക് സംബന്ധമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകൾ എവിടെയൊക്കെയാണ് വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പാണ് നമ്മൾ ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ മെക്കാനിക് എന്താണ്, അതായത് ഒരു ഹാർഡ്വെയർ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഓഡിയോ ആണ്. മൊബൈൽ മെക്കാനിക്കിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ തിയറി സെക്ഷനും അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനുമായിട്ടാണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ഷോറൂംസിലാണ്, അതായത് നമുക്ക് വിവോ അതുപോലെ തന്നെ റെഡ്മി അങ്ങനെ ഓരോ സർവീസ് സെൻറ്റേഴ്സാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ഓക്കെ, നമുക്ക് മെയിൻലി വരുന്ന തോട്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ മെക്കാനിക് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ലെവൽ ടു അഡ്വാൻസ് ലെവലാണ്. അതായത് ഒരു മൊബൈൽ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് മുതൽ അതിൻ്റെ ബോർഡിൻ്റെ ഉള്ളിൽ ചിപ്പ് ലെവൽ, അതുപോലെ തന്നെ IC റീബോളിംഗ്, അതുപോലെ തന്നെ പ്രിൻറ്റ് മിസ്സിങ്, സോൾഡറിങ്, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ എല്ലാ അഡ്വാൻസ് ലെവൽ വരെ നമ്മളിതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് വരുന്നത് വെച്ചാൽ 6 മാസത്തെ കോഴ്സ് ഇതായിട്ടാണ് നമുക്ക് വരുന്നത്. 2800 നമുക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾ ചേരുന്ന സമയത്ത്, ബാക്കി വരുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത കമ്പനികൾ ജോലിക്ക് കയറുന്ന സമയത്താണ് ബാക്കി ഫീസ് അടക്കേണ്ടത്. ഓക്കെ, നമ്മൾ കിറ്റ് നമ്മൾ ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യേണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കിറ്റ് നമുക്കിപ്പോൾ ഈ കോവിഡിൻ്റെ ഇഷ്യൂസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ കിറ്റ് കിട്ടുന്നില്ല. കിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആവശ്യമായ, അതായത് മൊബൈൽ മെക്കാനിക്കിന് ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് അതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾഡറിങ് അയൺ ബോക്സ്, SMD വർക്ക് സ്റ്റേഷൻ, മാറ്റ്, അതുപോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് നമുക്ക് കിറ്റിൽ വരുന്നത്. കിറ്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അതിന് വരുന്നുണ്ട്. അതേസമയം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് റെഫർ ചെയ്ത് നമ്മളെല്ലാം അതിനനുസരിച്ച് ചെയ്തു തരുന്നതാണ്. ഓക്കെ, മൊബൈൽ മെക്കാനിക്കിൽ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഹാർഡ്വെയർ കോഴ്സ് ചെയ്യുന്നത് വെച്ചാൽ മെയിൻ ബോർഡിലെ ഫംഗ്ഷൻസാണ് മെയിനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് ഒരു ഷോപ്പ് ഒരാൾക്ക് സ്വന്തമായിട്ട് ഇടാൻ തന്നെ ഒരു കോഴ്സസ് പല രീതിയിൽ നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യേണ്ട, പുറത്ത് ഒരുപാട് സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ കൂടി നമ്മൾ മെയിൻലി ഇതിൽ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം, അതായത് ഒരു മൊബൈൽ നമ്മൾ അഴിച്ചതിന് ശേഷം, അതായത് നമ്മുടെ ബേസ് മോഡൽ സെറ്റ് മുതൽ നമ്മുടെ ആൻഡ്രോയിഡ് സെറ്റ് വരെ നമ്മളതിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് എല്ലാ രീതിയിലും. ഓക്കെ, അപ്പോൾ നമ്മളിത് അഴിച്ചതിന് ശേഷം നമുക്കിതിൽ വരുന്ന ബോർഡിൽ വരുന്ന കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ കംപ്ലയിൻറ്റ്സും, അതായത് ഡെഡായ മൊബൈൽ എങ്ങനെ റെഡിയാക്കാം, സ്പീക്കർ കംപ്ലയിൻറ്റ് വന്നാൽ എങ്ങനെ റെഡിയാക്കാം, അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ സെക്ഷനിൽ കംപ്ലയിൻറ്റ് വന്നാൽ എങ്ങനെ റെഡിയാക്കാം, അങ്ങനെയുള്ള എല്ലാ കംപ്ലയിൻറ്റ്സും നമ്മളിതിൽ റെഡിയാക്കുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് കാണിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക്, അതായത് മൊബൈൽ ടെക്നീഷ്യൻ എന്ന ഫീൽഡിലേക്ക് ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവൽ വരെയും പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ഒരു ക്ലാസ്, അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന മൊബൈൽ മെക്കാനിക്കിൻ്റെ ക്ലാസ് 100% ആൾക്ക് ഉപകാരപ്പെടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾ ഇപ്പോൾ നമ്മുടെ കോഴ്സ്, അതായത് മൊബൈൽ മെക്കാനിക് എന്ന കോഴ്സ് പഠിച്ച ആൾക്ക് എന്തായാലും ഒരു 6 മാസം കഴിയുമ്പോൾ വേറൊരു ഷോപ്പിലേക്കായിട്ട് വേറൊരു സർവീസ് സെൻറ്ററിലേക്കായിട്ട് പോകേണ്ട ആവശ്യം വരുന്നില്ല. അതായത് വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങാനായിട്ടുള്ള ഒരു സംരംഭത്തിനുള്ളതെല്ലാം നമ്മൾ ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 3 മാസം ഓൺലൈൻ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് വരുന്ന ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ മൊബൈൽ മെക്കാനിക്കിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ആ ഷോപ്പുകളിലൊക്കെ ആയിരിക്കും ഇവർക്ക് ഇൻറ്റേൺഷിപ്പ് എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിൻലി ഷോപ്പുകളിലൊക്കെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ മെയിൻലി സ്ഥലങ്ങൾ റെഡ്മിയുടെ ഒക്കെ സർവീസ് സെൻ്ററുകൾ ഇപ്പോൾ ഇന്ത്യൻ രീതിയിൽ, അതായത് ഇപ്പോൾ നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3 മാസം ഓൾറെഡി കണ്ടാണ് പഠിക്കുന്നത്. പക്ഷേ ഇത് കണ്ടുപഠിക്കുന്നതിനേക്കാളും ഇത് കണ്ടുപഠിച്ച് കഴിഞ്ഞാൽ ചെയ്തുകൂടി പഠിച്ചാൽ അത് കൈ ഒന്ന് സെറ്റ്, അതായത് നിങ്ങൾക്കൊന്നത് ഉപകാരപ്പെട്ട് വരത്തുള്ളൂ. ഓക്കെ, അതിന് വേണ്ടിയാണ് 3 മാസം ഓൺലൈൻ ട്രെയിനിങ് നിങ്ങൾക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 3 മാസം ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്റേഴ്സിലേക്ക് നിങ്ങളെ വിടുന്നത്, സർവീസ് സെൻറ്ററിലേക്ക് വിടുന്നതുകൊണ്ടുള്ള മെയിൻ ഉദ്ദേശം നിങ്ങൾ കണ്ടുപഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് ചെയ്ത് കൈ മരുങ്ങായി കിട്ടാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് അതായത് ഒരു ഹാർഡ്വെയർ കോഴ്സ് ഇപ്പോൾ പഠിക്കുമ്പോൾ എന്തായാലും കണ്ടുപഠിച്ചാൽ മാത്രം അത് പഠിക്കത്തില്ല. അതിനുവേണ്ടി നിങ്ങൾ ആദ്യത്തെ 3 മാസം ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത 3 മാസം സർവീസ് സെൻറ്റേഴ്സ് പോലത്തെ സെൻറ്റേഴ്സിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പിനായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അവിടുത്തെ 3 മാസം ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നമ്മളതിന് പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെൻറ്റർ റെഡ്മി, അതുപോലെ തന്നെ വിവോ, ഓപ്പോ, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വിവോ, ഓപ്പോ എല്ലാം ഒരേ ഇതിൻ്റെ തന്നെയാണെങ്കിൽ കൂടി പല സർവീസ് സെൻറ്റേഴ്സ് പറയുന്നത് പല രീതിയിലായിട്ടാണ്. ലെനോവോ അങ്ങനെ ഒരു സർവീസ് സെൻറ്റേഴ്സിലേക്കായിട്ടായിരിക്കും നമ്മൾ ഇൻറ്റേൺഷിപ്പ്, അതായത് നമ്മൾ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഇതിനൊന്നും പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഷോപ്പ് ഇടാൻ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു മൊബൈൽ സർവീസ് സെൻറ്റർ ഇടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിപ്പ് ലെവൽ വരെ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് മെയിനായിട്ട് വരുന്ന മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ചിപ്പ് ലെവൽ, ഡെഡ് ആയ സെറ്റുകൾ എങ്ങനെ ഓണാക്കാം, അതൊക്കെയാണ് മെയിൻലി അറിയേണ്ട കാര്യം. ഇതെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമുക്ക് മൊബൈൽ മെക്കാനിക്കിൽ വരുന്നത്. പ്ലേസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഓരോ മൊബൈലിൻ്റെ സർവീസ് സെൻറ്ററുകളിലായിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഫൈൻ. നമ്മളപ്പോൾ 2 സ്ക്രൂവും റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണറാണ്. അതായത് സ്മോൾ ടൈപ്പ് ഓപ്പണറാണ് നമുക്ക് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഓപ്പണർ ഉപയോഗിച്ചാണ് എഡ്ജസ് എല്ലാം നമ്മൾ ഫസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 4 എഡ്ജസും അതുപോലെ തന്നെ 4 ഭാഗങ്ങളും കൺവേർട്ട് ചെയ്ത്, അതായത് ഇതിൽ നിന്ന് ജോയിൻറ്റിൽ നിന്ന് വിടിപ്പിച്ചെടുക്കുക. ചിലത്